പാഠം 662. പ്രതീക്ഷിക്കാത്ത ചില സഹായങ്ങൾ. ഇതങ്ങനത്തെ വലിയ വാർത്താക്കണ കാര്യം എന്താണ്? കഴിഞ്ഞ വർഷവും അതിന്റെ മുമ്പത്തെ വർഷവും ആൺകുട്ടികൾ മുമ്പിലായിരുന്നല്ലോ. അന്ന് പത്രക്കാർ ഇങ്ങനെ ഇത് കണ്ടില്ലല്ലോ. ഇപ്പൊ മോഹനേട്ടൻ ഈ പറയുന്നത് വിവരക്കേട്. കാലാകാലങ്ങളായി സിവിൽ സർവീസിൽ ജയിച്ചെത്തുന്നതിൽ കൂടുതൽ പേരും ആൺകുട്ടികളായിരുന്നു. അതൊരു സാധാരണ സംഭവമായിരുന്നോണ്ട് വാർത്തയായില്ല. എന്നാ ഇപ്പത്തെ അവസ്ഥ അതല്ലല്ലോ. പെൺകുട്ടികൾ കൂടുതൽ ജയിച്ചു, അപ്പോ അതൊരു വാർത്തയായി. അത്ര വലിയ വാർത്തയായിട്ട് എനിക്ക് തോന്നുന്നില്ല. മോഹനേട്ടനല്ലെങ്കിലും തോന്നൂല. കാരണം എല്ലാ കാലവും ആണുങ്ങൾ തന്നെയായിരിക്കും എല്ലാ അധികാര സ്ഥാനങ്ങളിലും എന്ന് ഓർത്തിരിക്കുന്ന മോഹനേട്ടനെ പോലുള്ളവർക്ക് ഇങ്ങനെയുള്ള മാറ്റങ്ങൾ കാണുമ്പോൾ ദഹിക്കാതെ വരുന്നതാണ് ഇവിടുത്തെ പ്രശ്നം. കാലാകാലമായി എല്ലാ അധികാരങ്ങളും ആണുങ്ങൾ കൈയടക്കി വെച്ചിരിക്കുകയായിരുന്നല്ലോ. അത് കയ്യിൽ നിന്ന് പോയി തുടങ്ങി എന്നുള്ളതാണ് ഇവിടുത്തെ സത്യം. നിന്നെ പോലുള്ള പെണ്ണുങ്ങൾ അങ്ങനെ പലതും പറഞ്ഞിരിക്കും. പക്ഷേ ആണുങ്ങൾ തന്നെയായിരിക്കും സമൂഹത്തിൽ എക്കാലവും ഉയർന്ന സ്ഥാനത്ത്. ഇത് സാറിന്റെ സ്വപ്നം. ഇത്തവണ സിവിൽ സർവീസ് ജയിച്ചതിൽ പകുതിയോളം പെൺകുട്ടികളാണ്. അടുത്ത കൊല്ലം ഇത് ഇനിയും കൂടും. ചുരുക്കി പറഞ്ഞ അടുത്ത 7-8 കൊല്ലം കൊണ്ട് സിവിൽ സർവീസിൽ പെൺമേധാവിത്വം വരും. അതായത് ജില്ലാ കളക്ടർമാർ, വകുപ്പ് സെക്രട്ടറിമാർ, പോലീസ് ഉദ്യോഗസ്ഥർ ഒക്കെ പെണ്ണുങ്ങളായിരിക്കും. ഉയർന്ന അധികാര സ്ഥാനങ്ങളിൽ പെണ്ണുങ്ങൾ നിറയുന്നതോടെ അധികാരവും സ്ത്രീകളുടെ കയ്യിലായിരിക്കും. മോഹനേട്ടനെ പോലുള്ളവർ ഒന്ന് സൂക്ഷിക്കും, നല്ലതാ. ഇപ്പോഴത്തെ മുഷ്കൊക്കെ മാറ്റിവെച്ച് സ്ത്രീകളുടെ മുന്നിൽ മാഡം എന്ന് വിളിച്ചു നിൽക്കേണ്ട അവസ്ഥ ഉടനെ വരും. പായിട്ട് ഞാൻ ആ കേസ് വാദിക്കുമായിരുന്നു. നിന്നെപ്പോലുള്ള പെണ്ണുങ്ങളുടെ ശരിക്കുള്ള സ്വഭാവം ഇതാണ്. സ്വന്തമായി ജോലിയും വരുമാനവും ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ഭർത്താവിന്റെ അഭിപ്രായങ്ങൾക്കോ താല്പര്യങ്ങൾക്കോ ഒരു വിലയും കൽപ്പിക്കാതെ തോന്നും പോലെ തീരുമാനങ്ങൾ എടുക്കുക. പക്ഷേ ഒരാവശ്യം വരുമ്പോ ഈ പറയുന്ന ഭർത്താവേ ഉണ്ടാവും. മനസ്സിലായില്ല. ഈ നളിനി ഇപ്പോ ഭർത്താവിന്റെ കൂട്ടുകാരനെതിരെയാണല്ലോ കേസ് വാദിക്കുന്നത്. ആ കേസുമായി നളിനി മുന്നോട്ട് പോയാൽ അയാൾക്ക് അത് പ്രയാസമാകും എന്നുള്ള കാര്യം ഉറപ്പാണ്. പക്ഷേ ഭർത്താവിനെ ധിക്കരിച്ച് അവൾ കേസ് നടത്തി ജയിച്ചു എന്നിരിക്കട്ടെ. അത് കഴിഞ്ഞ് അവൾക്കൊരാവശ്യം വരുമ്പോ പനിയോ തലവേനയോ വന്നാൽ അവളെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ ഭർത്താവ് തന്നെ വേണ്ടേ? അല്ലാതെ അവൾ കേസ് കേൾപ്പിച്ച കക്ഷി വരൂ? ഇതൊക്കെ എവിടുത്തെ ന്യായാണ് മോനേട്ടാ? ഭാര്യയ്ക്ക് ഒരു അസുഖം വന്നിട്ടുണ്ടെങ്കിൽ നാട്ടുകാരെ വിളിച്ച് പറയാൻ പറ്റുമോ? ഭർത്താവ് തന്നെ അവളെ ആശുപത്രി കൊണ്ടുപോണ്ടേ? ഞാനാണെങ്കിൽ കൊണ്ടുപോകില്ല. എന്ന് വെച്ചാ എനിക്കിഷ്ടമില്ലാത്ത കേസ് നീ വാദിച്ചു എന്നിരിക്കട്ടെ. അത് കഴിഞ്ഞ് നീ എന്താവശ്യം പറഞ്ഞാലും ഞാനത് ചെയ്യില്ല. ഭർത്താവിനെ അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യാത്ത ഭാര്യയെ സഹായിക്കേണ്ട ബാധ്യത ഭർത്താവിന് ഇല്ല എന്നർത്ഥം. ഇവിടെ ഭർത്താവിനെ ബഹുമാനിക്കാത്തല്ലോ മോഹനേട്ട പ്രശ്നം. മോഹനേട്ടന്റെ തെറ്റുകൾ പറ്റാതെ നോക്കും. ഓ, ഗൃഹനാഥന്റെ തെറ്റുകളൊന്നും പറ്റാറില്ലേ? എന്നല്ല, ആണുങ്ങൾക്ക് പൊതുവെ പെണ്ണുങ്ങളെക്കാൾ പ്രായോഗിക ബുദ്ധിയുണ്ട്. ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അത് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് നന്നായി അറിയാവുന്നത് ആണുങ്ങൾക്ക്. അതുകൊണ്ടാണ് ഒരു പ്രശ്നം വരുമ്പോൾ ഭാര്യമാർ ഭർത്താക്കന്മാരുടെ സഹായം ചോദിക്കുന്നത്. എന്റെ ഒരു കാര്യത്തിന് ഞാൻ മോഹനേട്ടന്റെ സഹായം ചോദിക്കാറേ ഇല്ല. എത്രയോ കാര്യങ്ങൾക്ക് നീ എന്റെ സഹായം ചോദിച്ചിരിക്കുന്നു. അയ്യോ, ഏത് കാര്യത്തിന്? അത് പറ. അങ്ങനെ ചോദിച്ചാ കഴിഞ്ഞ ആഴ്ച ബെഡ്റൂമിലെ ബൾബ് ഫീസ് ആയപ്പോൾ അത് മാറ്റിയിട്ട് തരാൻ നീ എന്നോട് പറഞ്ഞില്ലേ? ഇതിനെയാണോ മോഹനയുടെ സഹായം എന്ന് പറയണത്? ബെഡ്റൂമിലെ ലൈറ്റ് മാറ്റിയിടുന്നത് എന്റെ മാത്രം ആവശ്യമായിരുന്നോ? വലിയ കൊമ്പത്ത് വക്കില്ലല്ലേ? എന്നിട്ട് വീട്ടിൽ നിന്ന് ഒരാളെ പറഞ്ഞോട് അറിയില്ല. ഇറങ്ങി പോകാൻ പറയാം, പക്ഷെ വെറുതെ പിണക്ക് വിടണ്ടല്ലോ എന്ന് ഓർത്തിട്ടില്ലേ. കോടതിയിലെടുത്ത് ബേക്കറി നടത്തുന്ന ആ പുഷ്പാഗതൻ ചേട്ടന്റെ അനിയനാണ് ഇയാള്. വഴക്ക് പറഞ്ഞു വിടണ്ട. നിനക്ക് അത്ര വേണ്ടപ്പെട്ട ആളാണ് നീ ആ കേസങ്ങ് വാദിക്കുക. അതൊന്നും ശരിയാവില്ല.
ഒന്നാമതൊരു സാധാ തല്ല് കേസ്, രണ്ടാമത് കേസ് വാദിച്ചിട്ടുണ്ടെങ്കിൽ ഓമന കൂടെ കാശ് തരില്ല. പണ്ടിയാടെ ഒരു കേസ് ഞാൻ വാദിച്ചിട്ട് എനിക്ക് ഒരു രൂപ തന്നിട്ടില്ല. പിന്നെ പുഷ്പാവതൻ ചേട്ടനാണ് പല തവണകളായിട്ട് എനിക്ക് കാശ് തന്നു തീർത്തത്. കേസ് വാദിക്കുകയും വേണം, കാശിനായി പുറകെ നടക്കുക എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന കാര്യമാണോ? ശരി, ഈ പ്രശ്നം ഞാൻ തീർത്തു തരാം. പിന്നെ ഞാൻ ഒട്ടും മടിച്ചില്ല. എന്റെ ഭാര്യ എന്നോട് ഒരു കാര്യം പറഞ്ഞിട്ട് ഞാൻ സഹായിക്കാതിരിക്കുന്നത് ശരിയല്ലല്ലോ. ഞാൻ നേരെ മുറ്റത്തേക്ക് ഇറങ്ങിച്ചത്. നമസ്കാരം, ഞാൻ ഓമനക്കുട്ടൻ. ഒരു കേസിന്റെ കാര്യം പറയാൻ വന്നു. ശരി, എന്ത് കേസ്? സാറേ, എന്റെ അയൽവക്കത്ത് താമസിക്കുന്ന ശങ്കരൻകുട്ടി കൊണ്ട് വലിയ ശല്യമാ. എന്നെ കാണുമ്പോ വെറുതെ ചീത്ത വിളിക്കാൻ വരും. സഹി കെട്ടപ്പോ ഇന്നലെ അവന്റെ കരണം നോക്കി ഒരു ഒറ്റ അടി കൊടുത്തു. അവൻ നേരെ പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി എഴുതി കൊടുത്തു. SI വിക്രമ സാറ് ഒരു കോൺസ്റ്റബിളിനെ എന്റെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു. ഞാൻ അവിടെ ചെന്നാ അവരെന്നെ പിടിച്ചകത്തിടും. വക്കീൽ കൂടെ വന്നാ പ്രശ്നം ഉണ്ടാവില്ല. ഓമനക്കുട്ടാ, എന്റെ ഭാര്യ ഈ നിൽക്കുന്ന സത്യഭാമ കേരളത്തിലെ തന്നെ ഏറ്റവും സമർത്ഥയായ ഒരു വക്കീലാണ്. അവളെ കൊണ്ട് ഒരു കേസ് വാദിപ്പിക്കാനായി ഓരോ ദിവസവും എത്ര പേരാണ് എന്നെ വിളിക്കുന്നത് അറിയാമോ? കൊലക്കേസുകൾ, വധശ്രമ കേസുകൾ, അങ്ങനെ വലിയ വലിയ കേസുകൾ. അത്തരം കേസുകൾ വാദിക്കുന്ന അഡ്വക്കേറ്റ് സത്യഭാമയാണ് ഈ നിൽക്കുന്നത്.